ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോജക്റ്റ് വർക്കാണ് ഇത്, ജോവാങ്കൂട്ടൻ്റെ. അപ്പോൾ ഇത് അവനൊരു എക്സിബിഷന് വേണ്ടി വെക്കാൻ വേണ്ടി, നമ്മുടെ കേരളത്തിൻ്റെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എക്സിബിഷന് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസുകൾ കേരളത്തിനെ പറ്റിയുള്ളത് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഞാൻ. അപ്പോൾ 2 ദിവസം മുമ്പായതുകൊണ്ട് എനിക്കറിയില്ല, ഒരു ഐഡിയയും കിട്ടണ്ടായില്ല എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി, അതേപോലെ മാവേലി, അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ കഥകളി. ഇപ്പം കഥകളിക്ക് ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് വരച്ചെടുത്തിട്ട് അതിപ്പോൾ നമുക്ക് നന്നായിട്ട് കളർ ചെയ്ത് എടുക്കണതാണ്. വാട്ടർ കളർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് സ്കെച്ച് വെച്ച് തന്നെ അത് അടിച്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾ പറയണേ ഗൈസ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഓരോന്ന് ചെയ്യണത്. രാത്രി 12 മണിയായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊരു വള്ളംകളി ഉണ്ടാക്കാമെന്ന്. വള്ളംകളി അല്ലല്ലോ ഇത്, ഹൗസ് ബോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഞാൻ പേപ്പർ തന്നെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാവേലിനെയും കൂടി വരക്കാമെന്ന് വിചാരിച്ചു. മാവേലി ഇല്ലാതെ എന്ത് കേരളമല്ലേ. അപ്പോൾ ഇത് മാവേലിനെ ഔട്ടർ ലൈനായിട്ടൊക്കെ വരച്ച് അതിലേക്ക് നന്നായിട്ട് തന്നെ കളറൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഈ 2 ദിവസം മുമ്പായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ ഞാൻ നോക്കി. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൽ കൊണ്ടൊക്കെ ഒന്നും പറ്റില്ല, കുറേ പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണ ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിത് ട്രൈ ചെയ്തത്. അപ്പോൾ രാത്രി 12 മണിക്ക് ഇരുന്നുള്ള പരിപാടിയാണ് കഴിച്ചത്. അങ്ങനെ മാവേലീനെ ആയോ എന്ന് എനിക്കറിയില്ല. മാവേലിയുടെ കോടയൊക്കെ വേറെ രീതിയിലൊക്കെ ആയി പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ പറയണേ മാവേലിനെ എങ്ങനെ ഉണ്ടെന്നുള്ളത് വരച്ചതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കളറടിക്കണം. സ്കെച്ച് വെച്ച് തന്നെ ഞാനെല്ലാം ചെയ്തത്. വാട്ടർ കളറൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുളമാണ്ടല്ല എന്ന് വിചാരിച്ചു, പിന്നെ അതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേണ്. എന്താണല്ലേ കഴിച്ച്, നമുക്ക് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇപ്പം എന്തെല്ലാം പരിപാടിയാണ്, പിള്ളേർക്ക് ഓരോ പരിപാടി കൊടുക്കും, നമ്മൾ അതിരുന്ന് ചെയ്യണം. കഷ്ടപ്പാട് തന്നെ നമ്മുടെ അല്ലേ. അപ്പോൾ ഇപ്പം ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിയായില്ല എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പോൾ നിങ്ങൾ തന്നെ പറയണേ ഗൈസ് എങ്ങനെയുണ്ടെന്നുള്ളത് വരച്ചതൊക്കെ. അപ്പോൾ നമ്മുടെ മാവേലി ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതൊന്ന് കളറൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി എടുക്കണം. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ മാവേലിയുടെ വീശയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ ചിരി വന്നു. അപ്പോൾ നിങ്ങൾ തന്നെ പറയണേ മാവേലി ആയോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ മാവേലിക്ക് അരപ്പട്ടയിലൊക്കെ ഞാൻ പച്ച കളറൊക്കെ വെച്ചൊക്കെ ചെയ്യുന്നുണ്ട്. സ്കെച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ പാടൊക്കെ വരുന്നുണ്ട്. പിന്നെ നേരില്ലാത്ത സമയമായതുകൊണ്ട് അത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കേട്ടോ മാവേലി